നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ഞാൻ എവിടെ മത്സരിച്ചാലും, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ ഒരു 90,000 വോട്ടെങ്കിലും മിനിമം കിട്ടും. അത് 100% ഉറപ്പാണ്. ഇതൊരു അഹങ്കാരമാണോ എന്ന് ചോദിച്ചാൽ അഹങ്കാരമായിരിക്കാം. കോൺഫിഡൻസ് ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് അമ്പലപ്പുഴയാണ്. ചുവന്നു തൊടുത്ത് നിൽക്കുന്ന ആലപ്പുഴയുടെ മണ്ണാണ്. അവിടെ വർഗവഞ്ചകന്മാർക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ പറയുന്ന പോലെ 90,000 സീറ്റ്, ഏകദേശം 1,00,000 വോട്ടുകൾക്ക് അടുപ്പിച്ച് തനിക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അവകാശവാദവുമായി ജി സുധാകരൻ എന്ന് പറയുന്ന മുൻ CPM നേതാവ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. വളരെ രസകരം എന്ന് തന്നെ തോന്നിക്കുന്ന ഒരു പരാമർശം. ഇനി അദ്ദേഹത്തിന് കൃത്യമായ കണക്കുകളുണ്ട് കേട്ടോ. കൃത്യമായി അദ്ദേഹം കണക്കുകൾ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു 50,000 വോട്ട് തനിക്ക് കിട്ടും. അതായത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാവരുടെയും കൂടെ ചേർത്തിട്ട് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് 50,000 വോട്ട് ഉറപ്പാണത്രേ. പിന്നെ നിഷ്പക്ഷന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. ഈ നിഷ്പക്ഷന്മാരെല്ലാവരും ജി സുധാകരനെ ഭയങ്കരമായി സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് കരുതുകയാണ് അദ്ദേഹം. ജി സുധാകരനോട് എന്തുകൊണ്ട് സ്നേഹം കാണിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു അധികാര കൊതിയില്ലാത്ത, അധികാര പ്രമത്തതയില്ലാത്ത, എന്താ പറയുക, അധികാരത്തിന് വേണ്ടി കടിപിടി കൂടാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും എന്തിനേയും വളരെ കൃത്യമായി കാർക്കശ്യത്തോടു കൂടി കാണുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലുമാണ് ഒരുപക്ഷെ നിഷ്പക്ഷമതികൾ പലപ്പോഴും ജി സുധാകരന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ജി സുധാകരൻ്റെ അവസ്ഥ അതൊന്നുമല്ല. ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഒരു അധികാരത്തിന് വേണ്ടി മാത്രം പാർട്ടി വിട്ടുപോയി താൻ ഒരിക്കൽ പോലും ചേരാൻ പാടില്ലാത്ത ഒരു കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അധികാരക്കൊതിയനായ നേതാവ് എന്ന ഒരു ലേബൽ ഈ പറയുന്ന നമ്മുടെ ജി സുധാകരൻ്റെ നെറ്റിക്ക് ആ തൊപ്പിക്കൊപ്പം ഒട്ടിച്ച് ചേർക്കപ്പെട്ടു. ഇത് അമ്പലപ്പുഴയിലെ നിഷ്പക്ഷമതികളായ നിരവധി ജനങ്ങൾക്കറിയാം. അങ്ങനെ അധികാരത്തിന് വേണ്ടി താൻ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് പോയി ചേർന്ന ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ തീർച്ചയായും ആ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയും, നിഷ്പക്ഷമതികളായ ജനങ്ങൾ. കാരണം അവർക്ക് വേണ്ട സുധാകരൻ ഇങ്ങനെയുള്ള ഒരാളല്ല. നിലപാടില്ലാത്ത ഒരു നേതാവ് ആയിരുന്നില്ല ജി സുധാകരൻ എന്ന് പറയുന്ന സഖാവ്. നിലപാടുള്ള, ജനങ്ങളോട് കൃത്യമായി തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയാൻ പോലും മടി കാട്ടിയിട്ടില്ലാത്ത ഒരു നേതാവായിരുന്നു ജി സുധാകരൻ. അങ്ങനെയുള്ള ജി സുധാകരനാണ് നിഷ്പക്ഷമതികളായ ആ 25,000 പേർക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ആ 25,000 എന്ന് പറയുന്ന നിഷ്പക്ഷമതികളുടെ വോട്ട് ജി സുധാകരൻ പ്രതീക്ഷിച്ചുകൊണ്ട് മഞ്ഞുകൊള്ളേണ്ട, ചിലപ്പോൾ പനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ CPM-ൽ നിന്ന് ഒരു 15,000-ഓളം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് പറയുന്നത്. CPM-ൽ നിന്ന് 15,000-ഓളം വരുന്ന വോട്ടുകൾ. അതെങ്ങനെയാണ് CPM-ൽ നിന്ന് 15,000-ഓളം വോട്ടുകൾ വരുന്നത്? CPM എന്ന് പറയുന്ന പാർട്ടി, ഈ ജി സുധാകരന് തന്നെ അറിയാവുന്ന ചില വസ്തുതകളുണ്ട്. അത് വെറുതെ ഒരു പാർട്ടി അല്ല. അവിടെ ഈ പറയുന്ന ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശക്തിമത്തായി പാർട്ടിയെ മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടുത്തെ CPM-കാർ. അവർക്ക് അരിവാൾ ചുറ്റിക എന്ന് പറയുന്ന ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് വിരൽ പതിപ്പിക്കാതെ പോകാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിലേക്ക് ഒരു തൊപ്പിയും വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വിമതനായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി സുധാകരനോട് അടുപ്പമുണ്ടാകില്ല. ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ CPM-കാരുടെ മനസ്സിൽ വർഗവഞ്ചകന്റെ സ്ഥാനമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ CPM-കാർ ഇഷ്ടപ്പെട്ടിരുന്നു, നിലപാടുകൾ കൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് ജി സുധാകരൻ നിൽക്കുന്ന മറുപക്ഷത്താണ്. ആ മറുപക്ഷത്ത് നിൽക്കുന്ന നേതാവിനെ ഉൾക്കൊള്ളാൻ അവിടുത്തെ CPM-കാർക്ക് സൗകര്യമില്ലെങ്കിലോ? അവിടുത്തെ CPM-കാർക്ക് സൗകര്യമില്ല ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ ഉൾക്കൊള്ളാൻ. അത്രത്തോളം അവിടുത്തെ മണ്ണ് പോലും, അവിടെ പുന്നപ്ര വയലാറിലെ നമ്മുടെ ധീരരായ രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവന്ന അവിടുത്തെ മണ്ണിന് പോലും ജി സുധാകരൻ എന്ന് പറയുന്ന ഈ നേതാവിനോട് വെറുപ്പാണ്, അറപ്പാണ്. അത് മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് 15,000-ഓളം വരുന്ന അവിടുത്തെ അമ്പലപ്പുഴയിലെ സഖാക്കന്മാർ ഈ പറയുന്ന ജി സുധാകരന് വോട്ട് രേഖപ്പെടുത്തുക? CPM എന്ന് പറഞ്ഞാൽ ആ CPM-ൽ വിശ്വസിക്കുന്ന എല്ലാവരും ശരിക്കും സഖാക്കന്മാർ തന്നെയാണ്. ആ സഖാക്കന്മാർ എങ്ങനെയാണ് ജി സുധാകരൻ എന്ന് പറയുന്ന വർഗവഞ്ചകനെ വോട്ട് ചെയ്യുക? വോട്ട് ചെയ്യില്ല. ഒരു കാരണവശാലും അവർ വോട്ട് ചെയ്യില്ല. അപ്പോൾ ആ 15,000 വോട്ടുകളും പോയി. ഏകദേശം ഒരു 25,000 10,000 ഏകദേശം ഒരു 40,000 വോട്ടുകൾ
ജി സുധാകരന് അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നിസ്സംശയം പറയേണ്ടി വരും. അപ്പോഴും ആ 90,000 എന്ന് പറയുന്നതിനകത്ത് വേണമെങ്കിൽ ഈ കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടിയേക്കും. കോൺഗ്രസ്സുകാരുടെ വോട്ട് ചിലപ്പോൾ കിട്ടും. പിന്നെ BJPയിൽ നിന്നൊരു 5,000 പേരുടെ വോട്ടുണ്ട് കേട്ടോ, അത് മറന്നു പോകരുത്. BJPയിൽ നിന്ന് ഒരു 5,000-ഓളം വരുന്ന വോട്ടുകളും തനിക്ക് കിട്ടും. ചിലപ്പോൾ അവർ ചെയ്തേക്കും, BJPക്കാരല്ലേ. കാരണം BJPയിൽ പലയിടത്തും ഈ പറയുന്ന BJPയുടെ വോട്ടുകൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് മറിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് മാത്രം. കാരണം BJP വളരാനുള്ള കാരണം ആരാണ്? കോൺഗ്രസ് ആണ്. അത് ദേശീയ തലത്തിലാണെങ്കിലും അല്ലെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ഇവിടെ BJPക്ക് വളരാനുള്ള എല്ലാ വഴിമരുന്നും ഇട്ടുകൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. യാഥാർത്ഥ്യമാണ് ആ കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് മത്സരിക്കുന്ന 5 BJP സ്ഥാനാർത്ഥികളിൽ എല്ലാവരും തന്നെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വിട്ടുപോയി മത്സരിക്കുന്നവരാണ്, C. രഘുനാഥ് ഉൾപ്പെടെ. ഈ C. രഘുനാഥ് K. സുധാകരനുമായി ചർച്ച നടത്തി എന്നത് സംബന്ധിച്ച് C. രഘുനാഥ് തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി വ്യക്തമാക്കിയതല്ലേ. അന്ന് K. സുധാകരൻ പറഞ്ഞു അത്രേ, ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെയും കഥകൾ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ കോൺഗ്രസിലെ മുതിർന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ടീമുകൾ കുറേയധികം പരിശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കണ്ണൂരിലോ അല്ലെങ്കിൽ തളിപ്പറമ്പിലോ എവിടെയെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് K. സുധാകരൻ എന്നൊരു പേര് കണ്ടേനെ താമര ചിഹ്നത്തിൽ. ഉറപ്പല്ലേ? അപ്പോൾ അങ്ങനെ പാർട്ടി ഇട്ട് വട്ട് കളിപ്പിച്ചിട്ട് പോലും അധികാരത്തിന് വേണ്ടി പാർട്ടി വിട്ടു പോകാത്ത K. സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അപ്പുറത്ത് നിൽക്കുന്നു. അത് വസ്തുതയല്ലേ? എന്നിട്ട് ഇവിടെയോ? അപ്പോൾ ഈ 5,000-ഓളം BJP വോട്ടുകൾ കിട്ടും, ഉറപ്പാണ്. കാരണം ഇങ്ങനെ കിട്ടിയാലേ അടുത്ത തവണ വീണ്ടും കോൺഗ്രസ്സുകാർ ജി സുധാകരനിട്ട് പണിയുമ്പോൾ ജി സുധാകരന് മാറി ചിന്തിക്കണ്ടേ? കാര്യം എന്താ, ഇന്ന് കോൺഗ്രസ്സിലാണെങ്കിൽ നാളെ BJPയിലേക്ക് സ്വാഭാവികമായി മാറണ്ടേ? കാരണം അധികാരം എവിടെ കിട്ടുമോ അവിടേക്ക് ജി സുധാകരൻ ഉണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും BJPക്കാരും വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നാൽ ഇതേ ജി സുധാകരൻ അവിടുത്തെ പാർട്ടിക്കാരെ കുറിച്ച് വല്ലാത്ത അവമതിപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഞ്ചാവ് അടിക്കുന്നവരാണ് CPMൽ ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തൊരു വൃത്തികെട്ട ആരോപണമാണെന്ന് നോക്കിക്കോളൂ. കഞ്ചാവ് അടിക്കുന്നവരാണത്രേ CPMൽ കൊടിയും പിടിച്ചുകൊണ്ട് ചെങ്കൊടി ഏന്തിക്കൊണ്ട് നടക്കുന്നവർ. പ്രിയപ്പെട്ട സഖാവേ, നിങ്ങൾ കുറേ കാലം ഞങ്ങളൊക്കെ ഈ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ CPM പ്രവർത്തകർ ഈ പ്രവർത്തന രംഗത്തേക്ക് വന്നത് ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരെ കണ്ടിട്ട് തന്നെയാണ്. നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ വേദികളിൽ നിന്ന് ഘോരം പ്രസംഗിക്കുകയും നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയും ചെയ്തിട്ടാണ് ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ള പല CPM നേതാക്കന്മാരും ഇന്നത്തെ CPMകാരായി മാറിയത്. അപ്പോൾ അന്ന് നിങ്ങൾ കഞ്ചാവ് വലിച്ചുകൊണ്ടാണോ ഇവിടെ CPMന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത്? അന്ന് ഈ പറഞ്ഞ ജി സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ കഞ്ചാവ് അടിച്ചുകൊണ്ടായിരുന്നു ചെങ്കൊടി ഏന്തിക്കൊണ്ട് ഈ തെരുവോരങ്ങളെ ത്രസിപ്പിച്ച് നടന്നുപോയത്? കഞ്ചാവ് അടിച്ചുകൊണ്ടായിരുന്നോ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അന്ന് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മാവേലിക്കരയിലും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും ഒക്കെ നിന്ന് മത്സരിച്ച് വിജയിച്ചുകൊണ്ട് ഇവിടെ അധികാര കസേരയിലേക്ക് കയറിയിരുന്നത്? 2 തവണ മന്ത്രിയായിരുന്നില്ലേ അങ്ങ്? അന്ന് 2 തവണ മന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ അങ്ങ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നോ? പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചെങ്കൊടി പിടിക്കുന്ന ആലപ്പുഴ ജില്ലയിലുള്ള യുവാക്കളെല്ലാവരും കഞ്ചാവ് വലിക്കുന്നവരാണ് എന്ന് പറഞ്ഞു പിടിപ്പിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിന് വർഗവഞ്ചന എന്ന് തന്നെ ശുദ്ധമായി വിളിക്കേണ്ടി വരും. അത് ജി സുധാകരൻ പറയുന്ന ഈ വാക്കുകൾ സത്യത്തിൽ വർഗവഞ്ചന തന്നെയാണ്. ഒരു പാർട്ടിക്ക് പുറത്ത് പാർട്ടിയിൽ ഇത്രയും കാലം പാർട്ടി കൊടുത്ത എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ട് ജീവിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി തനിക്ക് ചേരാത്ത, ഒതുങ്ങാത്ത, തനിക്ക് വഴങ്ങാത്ത, ആ പ്രത്യയശാസ്ത്രം പോലും ഇല്ലാത്ത ചില സിദ്ധാന്തങ്ങൾ എടുത്ത് തലയിൽ തൊലപ്പാവ് പോലെ കയറ്റി വെച്ചുകൊണ്ട് നിന്ന് സ്വന്തം ഇതുവരെ വിശ്വസിച്ചു പോകുന്ന ആ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ജി സുധാകരൻ സഖാവ് ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ പിടിപ്പിച്ച ചെങ്കൊടിയും ഏന്തിക്കൊണ്ട് നടക്കുന്ന നിരവധി സഖാക്കന്മാരുള്ള നാടാണ് ആലപ്പുഴ. അവിടെ നിന്നുകൊണ്ട് അവരെല്ലാവരും കഞ്ചാവ് വലിക്കുന്നവരാണ്, കഞ്ചാവ് അടിക്കുന്നവരാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങേ വർഗവഞ്ചകൻ എന്ന് അക്ഷരം തെറ്റാതെ ഇവിടുത്തെ സഖാക്കന്മാർ വിളിക്കും. അതാണ് അങ്ങ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അതാണ് തെറ്റായ പ്രവണതയാണ് അങ്ങ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതുവരെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇതുവരെ നമ്മൾ പറഞ്ഞു നടന്നതുപോലെ അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പണ്ടൊരുത്തൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്ന് കയറി ഒരുത്തനെ തൃക്കരിപ്പൂരിട്ട് പൂട്ടി. ആരെയാണ് നമുക്കറിയാം? സന്ദീപ് വാര്യരെ. സ്വന്തം നേതാവായ C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങൾക്ക് പുറത്ത് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി വിട്ടു. അതുവരെ താൻ തെറിവിളിച്ചുകൊണ്ട് കടന്ന സ്ഥാനാർത്ഥികളെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ പോയി നിന്ന് കാൽമുട്ട് വളയുവോളം നിന്ന് താണ് വണങ്ങി. എന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു,
എന്നിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ താടിക്ക് പറ്റിയിരുന്ന കേക്ക് തുടച്ചു കൊടുത്തു. ഇത്രയ്ക്ക് നാണം കെട്ട വൃത്തികേട് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക ഒരു കാവലാളായിക്കൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ കടന്നു വന്നത്. ഈ സന്ദീപ് വാര്യരെ ഇതുവരെ ജയിക്കാത്ത കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വരെ കായ്ക്ക് തൊടാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ട് ഒതുക്കി കളഞ്ഞില്ലേ? ഇവിടെയും ജി സുധാകരൻ അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും കാലം കൊണ്ടു നടന്ന അല്ലെങ്കിൽ താൻ വിമർശിച്ച പാർട്ടിയുടെ സിദ്ധാന്തങ്ങളെല്ലാം എന്തിനേറെ പറയുന്നത് സ്വന്തം സഹോദരനെ കൊന്നത് KSUവിൻ്റെ ഭീകരന്മാരല്ല എന്ന് മാറ്റി പറഞ്ഞു. ഒരു നായർ കൊലയാളികളാണ് എന്ന് വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത നേതാവല്ലേ ജി സുധാകരൻ. അപ്പോൾ അങ്ങിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. എന്നിട്ട് LDF എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിശൂന്യതയും അഹങ്കാരവും എല്ലാം അടങ്ങിയിരിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളുടെ മായി നടക്കുന്ന ഒരു സംഘടനയാണ് CPM എന്ന് അദ്ദേഹം അങ്ങ് കൃത്യമായി വിധി എഴുതുകയാണ്. എന്തൊക്കെയാണ്? ബുദ്ധിശൂന്യത, അഹങ്കാരം. അങ്ങേക്ക് എന്നാണ് ഇതൊക്കെ തോന്നി തുടങ്ങിയത്? CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നവരെല്ലാം ബുദ്ധിശൂന്യന്മാരാണ് എന്നൊരു തോന്നൽ അങ്ങേക്ക് ഏത് സമയത്താണ് അങ്ങേക്ക് തോന്നി തുടങ്ങിയത്? അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? അപ്പം അങ്ങ് ഇത്രകാലം പ്രസംഗിച്ച് നടന്നതും അങ്ങ് ഇത്രകാലം ആൾക്കാരെ എല്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചതുമെല്ലാം ഈ ബുദ്ധിശൂന്യതയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നോ? CPM എന്ന് പറഞ്ഞാൽ പൊതുവിൽ ബുദ്ധിയുള്ളവരുടെ പാർട്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങേ പോലുള്ളവർ, അതായത് ജി സുധാകരനെ പോലുള്ളവർ ഉള്ള സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. CPM എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളുടെ പാർട്ടിയായിട്ട് തന്നെയാണ് കരുതി പോരുന്നത്. എന്നിട്ട് ഇപ്പോൾ അങ്ങ് തന്നെ പറയുന്നു CPM എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയുടെ പാർട്ടിയാണെന്ന്, അഹങ്കാരത്തിൻ്റെ പാർട്ടിയാണെന്ന്, തെറ്റായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടിയാണെന്ന്. ഇതൊക്കെയാണോ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ളത്? അതായത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ പാർട്ടി എന്ന് പറയുന്നത് അമ്മയ്ക്ക് സമമാണെന്നാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം അമ്മയെപ്പോലും തള്ളിപ്പറയുന്ന തരത്തിലേക്ക് പോയില്ലേ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ്? ഇത്രയും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഒരിക്കൽ പോലും അങ്ങയെപ്പോലുള്ള നേതാക്കന്മാരുടെ വായിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരിക്കലും ഉയരാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉയർന്നു വന്നത്. അത് ഈ കേരളത്തിന് നൽകുന്നത് നല്ല സന്ദേശമൊന്നുമല്ല. നാളെ അങ്ങ് കോൺഗ്രസിനെയും തള്ളിപ്പറയും. കാരണം എന്താണ്? ഇത്രയും കാലം തന്നെ വളർത്തി വലുതാക്കിയത്, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും കാലം തന്നെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാളാക്കി മാറ്റിയ ആ പാർട്ടിയെ പോലും അങ്ങ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും തരംതാണ രീതിയിൽ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയെ തള്ളിപ്പറയാനും അങ്ങേക്ക് അധിക സമയം വേണ്ടി വരില്ലെന്നേ. ഈ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് അധിക സമയം വേണ്ടി വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ വെറും 50,000 വോട്ടുകൾ മാത്രം വാങ്ങിക്കൊണ്ടായിരിക്കും അങ്ങ് ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ ജനാധിപത്യ ക്രമത്തിൽ അങ്ങയുടെ വോട്ട് വിഹിതം വെറും 50,000 ആയിരിക്കും. അതിനപ്പുറത്തേക്ക് പോവില്ല. അതിൽ 50,000 പ്രതീക്ഷിക്കണ്ട. കാരണം നല്ല ഉത്തമ ബോധ്യമുള്ള ചില കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ആലപ്പുഴ ജില്ലയിൽ. അവർ മാറി ചിന്തിക്കും. മാറി ചിന്തിക്കുമ്പോഴും 50,000 എന്ന് പറയുന്ന ഒരു വോട്ട് കണക്കിലേക്കൊന്നും ജി സുധാകരൻ എത്തിപ്പെടാൻ പോകുന്നതേയില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഇവിടെ UDFിലെ ഇതിന് മുൻപുണ്ടായിരുന്ന നേതാക്കന്മാരാരും വാങ്ങി അത്രയും വോട്ട് വിഹിതം അങ്ങേക്ക് ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.